മൂന്നാം കണ്ണ്. രചന റോബിൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. ഓഫീസിലെ ജോലിക്കാരൻ ഇന്ന് പതിവിലും വൈകി വീട്ടിലെത്താൻ. അല്ലെങ്കിലും കാത്തിരിക്കാൻ വീട്ടിലാരും ഇല്ലാത്തവന് എപ്പോ വന്നാലും എന്താണെന്ന് ആലോചിച്ച് ഞാൻ വാതിൽ തള്ളി തുറന്നു. എന്തോ എന്റെ പറച്ചിൽ ഇഷ്ടപ്പെടാത്തോണം ഒരു മുരൾച്ചയോടെ വാതിൽ തുറന്നു. ഷൂ അയച്ചപാടെ ഷെൽഫിൽ മദ്യക്കുപ്പി അടപ്പുറന്ന് വായിലേക്ക് അമിഴ്ത്തി. ഈ പ്രവാസി ജീവിതത്തിൽ ആകെയുള്ള ഒരു ആശ്വാസം ഈ മദ്യമാണ്. അവളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ നിൽക്കാനേ തോന്നിയില്ല. ഒരു തരത്തിലൊരു ഒളിച്ചോട്ടം. ഉറ്റ സുഹൃത്താണ് ഈ ജോലി തരപ്പെടുത്തിയത്. വിധി എന്നിരുന്ന് ഞാനിപ്പോൾ സമാധാനിക്കാറാണ് പതിവ്. അവളുടെ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇങ്ങോട്ട് ഓടിയെത്തിയത്. കൊല്ലം 4 കഴിഞ്ഞെങ്കിലും ഇരയെ പിന്തുടരുന്ന വേട്ടമൃഗത്തെ പോലെ ഓർമ്മകൾ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. നാളെ ഓഫീസിൽ പോവേണ്ടെന്നുള്ളതുകൊണ്ട് കുപ്പിയിൽ ബാക്കിയുണ്ടായിരുന്ന കൂടെ വായിലേക്ക് അമിഴ്ത്തി ബെഡിലേക്ക് ചാഞ്ഞു. ക്ലോക്കിലെ സൂചികൾ ഒച്ചിനെ പോലെ ഇഴഞ്ഞു നീങ്ങുന്നുണ്ടായിരുന്നു. ഇടയ്ക്കെന്തോ അനക്കം കേട്ട് നോക്കുമ്പോൾ എന്റെ ബെഡിനരികെ ആരോ ഇരിക്കുന്നു. ബെഡ് സ്വിച്ച് ഇടാൻ വിരൽ പരതിയപ്പോൾ കൈകളൊന്നും ചലിപ്പിക്കാനേ ആവുന്നില്ല. പെട്ടെന്ന് മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു. തൊട്ടടുത്തത് അവൾ ഇരിക്കുന്നു. കണ്ണിലെന്തോ ദയനീയ ഭാവം. കണ്ണുനീർ കണങ്ങൾ എന്തോ വീഴാൻ വെമ്പുന്ന പോലെ. ചോരയൊലിക്കുന്ന ചുവന്ന കൈകൾ കൊണ്ട് മുഖം പൊത്തിക്കൊണ്ട് ഉറക്കിയാലറി അവൾ വാതിൽ ലക്ഷ്യമാക്കി ഓടുന്നു. ഞെട്ടിയുണർന്ന് ഞാൻ ചാടിയണീറ്റ് ലൈറ്റിട്ടു. കണ്ടത് സ്വപ്നമാണെന്ന് മനസ്സിലായെങ്കിലും അത് ഉൾക്കൊള്ളാൻ മനസ്സിലാവുന്നില്ല. സമയം 3 മണി കഴിഞ്ഞിരിക്കുന്നു. അവൾക്ക് എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലാരോ പറയുന്ന പോലെ. നാട്ടിലേക്ക് വരാൻ അവൾ പറയുന്ന പോലെ. എന്തോ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നതേയില്ല. ഞാൻ ഫോൺ എടുത്ത് എന്റെ സുഹൃത്തു കൂടി ആ ഒരു ട്രാവൽ ഏജന്റിനെ വിളിച്ച് എനിക്ക് നാട്ടിൽ പോകണമെന്നും രാവിലെയുള്ള ഏതെങ്കിലും ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കണമെന്നും പറഞ്ഞു. ആദ്യം എനിക്ക് വട്ടാണെന്ന് ചോദിച്ചെങ്കിലും എന്റെ നിർബന്ധം സഹിക്ക വയ്യാതെ അവൻ ഓക്കെ ആക്കാമെന്ന് പറഞ്ഞു. ഞാൻ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങി. നേരം വെളുത്തുടനെ അവൻ എനിക്ക് ടിക്കറ്റ് മെയിൽ ചെയ്ത് തന്നു. ഞാൻ എയർപോർട്ടിലേക്ക് പോകുമ്പോഴേ അബിയെ നേരിട്ട് കണ്ട് കാര്യം പറഞ്ഞു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും അവൾക്ക് ആപത്തൊന്നും വരുത്തല്ലേ എന്ന പ്രാർത്ഥനയായിരുന്നു ഉള്ളു നിറയെ. കാറ് ബുക്ക് ചെയ്തിരുന്നുകൊണ്ട് അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. വീട്ടിലെത്തി ഒന്ന് കുളിച്ചിട്ട് അപ്പോൾ തന്നെ എൻ്റെ കാറുമായി അവളുടെ വീട്ടിലേക്ക് തിരിച്ചു. ആദ്യമായി അവളുടെ വീട്ടിൽ പോകുമ്പോൾ ഉണ്ടായ അതേ വിറയിൽ എന്നെ അടിമുടി ബാധിച്ചു. അവളുടെ വീട്ടിലേക്ക് തിരിഞ്ഞ ഇടവഴിയിൽ ആള് കൂടി നിൽക്കുന്നു. കാക്കിയിട്ട കുറച്ചു പേര് അവളുടെ അച്ഛനോട് സംസാരിക്കുന്നു. എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. മുറ്റത്ത് എൻ്റെയും അവളുടെയും ഫ്രണ്ടായ റോഷൻ ഉണ്ടായിരുന്നു. എന്നെ കണ്ടപാട് അവൻ ഓടി വന്നു. അവൻ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. വരാന്തയിൽ തന്നെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് അവളുടെ ഭർത്താവ് ഇരിക്കുന്നു. നിനക്ക് അവളെ കാണേണ്ടതെന്ന റോഷന്റെ ചോദ്യം എന്നെ ചിന്തയിൽ നിന്ന് ഉണർത്തി. വേണമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ശബ്ദം തൊണ്ടയിൽ തങ്ങി നിന്നു. എന്റെ അവസ്ഥ കണ്ടിട്ടെന്നോണം അവൻ എന്റെ ചുമലിൽ കൈവച്ചു. അവനറിയുന്ന SI ആയതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറ്റിവിട്ടു. തെളിവെടുപ്പ് നടക്കുകയാണ്. അവളുടെ മുറിയിൽ ഒരു കസേരയിൽ അവൾ ഇരിക്കുന്നു. കണ്ണുകൾ തുറന്നു തന്നെ. കണ്ണുകളിലെ തിളക്കം ഇപ്പോഴുമുണ്ട്. ഇരു കൈകളിലെയും കൈത്തണ്ടയിൽ ആഴത്തിൽ മുറിവുകൾ. കട്ടപിടിച്ച കറുത്ത ചോര മുറിയിലാകെ പടർന്നു കിടക്കുന്നു. ഒരു കാലത്ത് എന്റെ പ്രാണനായിരുന്നവളാണ് ചോരയിൽ കുളിച്ച് ഇങ്ങനെ. എന്റെ ശരീരമാകെ ഒരു മരവിപ്പ് പടർന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ദിവസങ്ങൾ കഴിഞ്ഞു. പോലീസ് മരണം ആത്മഹത്യയാണെന്ന് എഴുതി കേസ് ക്ലോസ് ചെയ്തു. കൈമുറിക്കാൻ ഉപയോഗിച്ച കത്തിയിൽ അവളുടെ വിരലടയാളമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കുന്നതും കുട്ടികളില്ലാത്തതും ആത്മഹത്യ എന്ന നിഗമനത്തിൽ പോലീസിന് എളുപ്പത്തിൽ കൊണ്ടെത്തിച്ചു. കുട്ടികളുണ്ടാവാത്തതിന്റെ മനോവിഷമം മൂലം യുവതി ആത്മഹത്യ ചെയ്യുമെന്ന് മനോരമയിലെ ഒരു ചെറിയ കോളം വാർത്തയിൽ അവളുടെ മരണം ഒതുങ്ങുന്ന എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമായിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പാണ് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഭീരുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നായിരുന്നു അവളുടെ വാദം. ഒരിക്കലും അവൾ പറഞ്ഞുകൂടിയാണ്, ഞാനിങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന കേട്ടാ നീ ഒരിക്കലും വിശ്വസിക്കരുത്. എന്നെ വല്ലവനും കൊന്ന് കെട്ടി തൂക്കിയതായിരിക്കും കേട്ടോ. ഞാൻ ആത്മഹത്യ ഒരിക്കലും ചെയ്യില്ല. എന്തോ അവൾ ആത്മഹത്യ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവളുടെ വീട്ടുകാർ വിശ്വസിച്ചിട്ട് കൂടി എനിക്കതിന് കഴിയുമായിരുന്നില്ല. അത്രയ്ക്ക് ബോൾഡായിരുന്നു അവൾ. അവളുടെ ഭർത്താവിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾ ഷോക്കിൽ നിന്ന് ഇപ്പോഴും റിക്കവറി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പദ്ധതി ഉപേക്ഷിച്ചു. നാളെയാണ് ഞാൻ തിരിച്ചു പോകാൻ പ്ലാൻ ഇട്ടിരുന്നത്. രാത്രി അത്ര കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നതേയില്ല. ഞാൻ ബെഡിൽ എണീറ്റിരുന്ന് വാച്ചിൽ സമയം 1 മണി കഴിഞ്ഞു. 6 മണിക്കാണ് ഫ്ലൈറ്റ്. അന്ന് കണ്ട സ്വപ്നം അവൾ പറഞ്ഞൊക്കെ എന്റെ മനസ്സിൽ ഓടിയെത്തി. അവൾ ആത്മഹത്യ ചെയ്തല്ലെന്ന് എനിക്ക് തോന്നി. അങ്ങനെ വേറൊരു മരണമായി തള്ളിക്കളയാനാവുമായിരുന്നില്ല എനിക്ക് അവളെ. അവളുടെ മരണത്തിൽ എന്തോ ദുരൂഹതയുണ്ട്. പെട്ടെന്ന് ദൂരെ എവിടുന്നോ നായ്ക്കൾ ഓരിയിടുന്ന ശബ്ദം, അവൾ പതിവായി ഉപയോഗിക്കാറുള്ള പെർഫ്യൂമിന്റെ രൂക്ഷഗന്ധം എന്റെ മുറിയിലാകെ പടർന്നു. ബെഡിൽ ആരുടെയോ കൈ അമർന്ന പോലെ തോന്നി എനിക്ക്. പെട്ടെന്നൊരു ചുടുനിശ്വാസം എന്റെ പിൻകഴുത്തിൽ പതിച്ചു. എന്റെ പുറകിൽ ആരോ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായി. ചാടി എണീറ്റ് ലൈറ്റ് ഇട്ടപ്പോൾ ഒന്നും കണ്ടില്ല. ഓരോന്ന് ആലോചിച്ച് തോന്നിയതായിരിക്കുമെന്ന് സ്വയം ആശ്വസിക്കാൻ നോക്കി. പറ്റുന്നില്ല. ഷെൽഫിലിരുന്ന കുപ്പി പൊട്ടിച്ചു. കുറച്ച് കഴിച്ചു. എന്തായാലും ഉടനെ തിരിച്ചു പോകുന്നില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. അവളുടെ മരണം ഒന്ന് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് നോക്കാമെന്ന് കരുതി ഞാൻ രാവിലെ സ്റ്റേഷനിൽ ചെന്നു. SIയോട് കാര്യം അവതരിപ്പിച്ചപ്പോൾ എന്നോട് ചൂടായി. എന്തോ ആത്മഹത്യയാണെന്ന് അയാൾ നേരിട്ട് കണ്ട പോലെയാണ് സംസാരം. അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്തതുകൊണ്ട് നേരെ അവളെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കാണാൻ പോയി കാര്യം പറഞ്ഞപ്പോൾ റിപ്പോർട്ടിന്റെ കോപ്പി അയാൾ എനിക്ക് തരികയും ചെയ്തു. മരണകാരണം കൈത്തണ്ടയിലെ മുറി മൂലം ഉണ്ടായ രക്തസ്രാവമാണ്. എന്നാൽ അവളുടെ ബ്ലഡിൽ ഉറക്ക ഗുളികയുടെ പ്രസൻസ് ഉണ്ടെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ പോലീസ് എന്ന റിപ്പോർട്ടിൽ അതിനെക്കുറിച്ച് പറയുന്നേയില്ല. ഇനി മനഃപൂർവ്വം വിട്ടുപോയതാണോ?
SIക്ക് ഇതിൽ വല്ല പങ്കുണ്ടോ? അങ്ങനെ പലതരം ചിന്തകൾ എന്റെ തലച്ചോറിലൂടെ കടന്നുപോയി. എന്തൊക്കെ ആലോചിച്ച് സമയം പോയതറിഞ്ഞില്ല. പിന്നെ തിരക്കിയത് അവൾ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ചായിരുന്നു. പക്ഷേ മരിക്കുന്നതിന് മുമ്പുള്ള 2 മാസമായിട്ട് അവൾ മരുന്ന് കഴിക്കാറില്ലെന്നാണ് അവളുടെ അമ്മയിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അവൾക്ക് ഡിപ്രഷൻ ചെറുതായി ഉണ്ടായിരുന്നുകൊണ്ട് നേരത്തെ മരുന്ന് കഴിക്കുന്ന എനിക്ക് അറിയാമായിരുന്നു. അത് നിർത്തിയെന്ന് അവളുടെ അമ്മ പറഞ്ഞുകൊണ്ട് ഈ ഉറക്കഗുളികയുടെ കാര്യം എന്നെ വല്ലാതെ കുഴപ്പിച്ചു. ഇനി അവൾ അറിയാതെ ആരെങ്കിലും അവളോട് ആർക്ക് ശത്രു തോന്നാനാണോ? എന്നാലും ആ സംശയം വെറുതെ അങ്ങ് വിടാൻ എനിക്ക് തോന്നിയില്ല. ആദ്യകളുടെ കോൾ ലിസ്റ്റ് എടുക്കണം, എന്നാൽ എന്തെങ്കിലും തുമ്പ് കിട്ടും. കാറിലിരുന്ന് ഓരോന്ന് ആലോചിച്ചു കൂട്ടി മയങ്ങിപ്പോയത് അറിഞ്ഞില്ല. നേരെ ഇരുണ്ടു തുടങ്ങുന്നു. അസ്തമയ സൂര്യന്റെ ചുവന്ന കിരണങ്ങൾ ഗ്ലാസ്സിലൂടെ എന്റെ മുഖത്തേക്ക് വന്ന് പതിച്ചു. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറമായിരുന്നു ചുവപ്പ്. ഞാൻ ആദ്യമായി അവൾക്ക് വാങ്ങിക്കൊടുത്തും ഒരു ചുമന്ന ലോക്കറ്റുള്ള മാലയായിരുന്നു. ഞാൻ പോലും അറിയാതെ ഇടത്തെ കണ്ണിൽ നിന്നൊരു കണ്ണുനീർത്തുള്ളി താഴേക്ക് പതിച്ചു. കണ്ണു തുടച്ചിട്ട് ഞാൻ കാറ് മുന്നോട്ടെടുത്തു. അവളെ അടക്കിയ സെമിത്തേരിയുടെ മുന്നിൽ ഞാൻ വണ്ടി ചവിട്ടി. വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് തീ കൊളുത്തി. അവളുടെ കല്ലറക്കരിയിലേക്ക് നടന്നു. പൂക്കളെല്ലാം വാടിപ്പോയിരിക്കുന്നു. കല്ലറക്കരിയിലിരുന്ന ഞാൻ താഴെ പൂത്ത ചുവന്ന കാട്ടുപൂക്കൾ കണ്ണിൽപ്പെട്ടു. കുറച്ച് പൂക്കൾ അവിടെ കല്ലറക്ക് മുകളിൽ വിതറി. എന്തോ എന്റെ കണ്ണുകൾ വീണ്ടും ഈറനായി. പെട്ടെന്ന് അവൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ മണം എവിടെ നിന്നോ ഒഴുകിയെത്തി. അവൾ അരികിൽ നിൽപ്പുണ്ടെന്ന് എനിക്ക് തോന്നി. എന്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്ന് എന്റെ ഫോൺ ശബ്ദിച്ചു. യാന്ത്രികമായി ഞാൻ ഫോൺ ചെവിയോട് ചേർത്തു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അങ്ങേ തലക്കിൽ നിന്ന് അപരിചിതമായ ശബ്ദം. ജോയാണോ? എന്നെ അവൾ മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ. അതെ, ആരാണ്? എൻ്റെ പേര് വർഷ എന്നാ. ഞാൻ ശ്രേയയുടെ ഫ്രണ്ടാ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് രാത്രി 10 മണിയാകുമ്പോൾ ബീച്ച് റോഡിലുള്ള ചർച്ചിനടുത്ത് ഞാൻ കാത്തു നിൽക്കും. എൻ്റെ മറുപടി കാത്തു നിൽക്കാതെ ഫോൺ കട്ടായി. സൗണ്ടിൽ എന്തോ പരിഭ്രമമുള്ളവരെ തോന്നി എനിക്ക്. പോകാൻ തീരുമാനിച്ച ഞാൻ കാർ അതിവേഗം മുന്നോട്ടെടുത്തു. അവൾക്ക് പറയാനുള്ളത് ശ്രേയയുടെ മരണത്തെക്കുറിച്ചായിരിക്കുമോ? പെട്ടെന്ന് ഇങ്ങനെ വർഷ പറയാൻ കാരണം എന്തായിരിക്കും? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എൻ്റെ തലച്ചോറിലൂടെ കടന്നുപോയി. വർഷ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് ഒരിക്കൽ അവൾ പറഞ്ഞിട്ടുണ്ട്. അവളുടെ ഫോണിൽ ഫോട്ടോ കണ്ട ചെറിയൊരു ഓർമ്മയുണ്ട്. എന്തോ അത്യാവശ്യമുണ്ട്. അല്ലെങ്കിൽ ഈ രാത്രി അവൾ കാണാൻ വരില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എൻ്റെ കാല ആക്സിലേറ്ററിൽ അമർന്നുകൊണ്ടേയിരുന്നു. 10 മണിക്ക് മുന്നേ ഞാൻ അവിടെ എത്തി. വിജനമായ റോഡ് ദൂരേക്ക് നീണ്ടുപോകുന്നു. ചെറിയ നിലാവെളിച്ചമുള്ളതുകൊണ്ട് അത്യാവശ്യം റോഡ് കാണാം. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓഫാക്കി ഞാൻ പള്ളിക്ക് സൈഡിലുള്ള മരത്തിനരികെ വണ്ടി ഒതുക്കി. മഞ്ഞ വെളിച്ചം വിതറിക്കൊണ്ട് കുറച്ചകലെ ഒരു തെരുവിളക്ക് കത്തുന്നു. സമയം 10 കഴിഞ്ഞു. ആരും വന്നിട്ടില്ല. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടേയിരുന്നു. കാറിൽ കരുതിയുന്ന മദ്യം ഞാൻ കുറേശ്ശെ അകത്താക്കാൻ തുടങ്ങി. ഗ്ലാസ് താഴ്ത്തി ഞാൻ ചുറ്റും നോക്കി. സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്കെപ്പോഴോ ഞാനൊന്ന് മയങ്ങി കണ്ണു തുറന്നു നോക്കിയപ്പോൾ നേരം വെളുക്കാറായിരിക്കുന്നു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയോണ്ട് ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്യാനായി തുടങ്ങി. അപ്പോൾ ഡിസ്പ്ലേയിൽ ഡിക്കി ലോക്കല്ലെന്ന് കാണിക്കുന്നു. ഇതെങ്ങനെ? ഞാൻ വണ്ടി ഓഫാക്കിയപ്പോൾ ഡിക്കി ലോക്കായിരുന്നല്ലോ. ഞാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഡിക്കി തുറന്നു. എനിക്ക് തലകറങ്ങുന്ന പോലെ തോന്നി. ഡിക്കിയിൽ കൈകാലുകളില്ലാത്ത നിലയിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഒരു പെണ്ണിന്റെ നഗ്നമായ ശരീരം. അത് വർഷയാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് അധിക നേരം വേണ്ടി വന്നില്ല. ഞാൻ വേഗം ഡിക്കി അടച്ചു. സമനില വീണ്ടെടുത്ത് ആലോചിച്ചപ്പോൾ പോലീസിനെ അറിയിക്കുന്നതാണ് ബുദ്ധി. അല്ല, അവരിതിൽ എന്നെ പ്രതിയാക്കി കോടതിയിൽ ഹാജരാക്കും. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്ക് സാധിച്ചെന്ന് വരില്ല. ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഞാൻ ഒരുക്കമായിരുന്നില്ല. ജയിലിലായാൽ യഥാർത്ഥ കുറ്റവാളികളെ എനിക്ക് ഒരിക്കലും കണ്ടെത്താനാവുകയുമില്ല. നേരം വെളുത്തു തുടങ്ങി. ആലോചിക്കാൻ സമയമില്ല. വർഷയുടെ ശരീരം ആരും അറിയാതെ മറവ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ അതിവേഗം കാറ് മുന്നോട്ടെടുത്തു. മണിക്കൂറുകൾക്കൊടുവിൽ ഞാൻ ചെന്നെത്തിയത് എൻ്റെ ഉറ്റ സുഹൃത്തായ അബി കുറേ നാളുകൾക്ക് മുന്നേ വാങ്ങിയ ഒരു എസ്റ്റേറ്റിലാണ്. ആൾ താമസം ഒട്ടുമില്ലാത്ത പ്രദേശമാണ്. വഴിയിൽ വെച്ച് തന്നെ അവിടെ നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ദാമുച്ചേട്ടനെ കണ്ടു. ഞാൻ അയാളെ ബുദ്ധിപൂർവ്വം 2 കുപ്പി നാടൻ മാറ്റി വാങ്ങാൻ പറഞ്ഞയച്ചു. ബാക്കി പണം അയാളോട് എടുത്തോളാനും പറഞ്ഞു. കണ്ണുകൾ വിടുന്ന അയാൾ അപ്പോൾ തന്നെ ബൈക്ക് എടുത്ത് പോയി. ഞാൻ വേഗം അകത്ത് കയറി ഒരു വലിയ ചാക്കെടുത്ത് ബോഡി അതിൽ കയറ്റി. പുറത്തിവിടെ കുഴിച്ചിട്ടാലും അയാൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ബംഗ്ലാവിനകത്തുള്ള വിറകുപുര ഞാൻ തുറന്നു. കുറെ നരച്ചീറുകൾ കൂട്ടമായി പുറത്തേക്ക് പറന്നു. ആ മുറിയിൽ തീരെയും വെളിച്ചുണ്ടായിരുന്നില്ല. മൊബൈൽ ടോർച്ച് ഓണാക്കിയപ്പോൾ കനത്തിൽ നിലത്ത് നിറയെ നരച്ചീറുകളുടെ കാഷ്ടം ഞാൻ കണ്ടു. അതൊരു സൈഡിലേക്ക് കൂട്ടി ഞാൻ ചാക്കിട്ട് മുറിയിൽ വെച്ചു. പുറത്തു വെച്ചിരുന്ന പിക്കാസ് ഉപയോഗിച്ച് കുഴിയെടുത്ത് ചാക്കിൽ നിന്നും ബോഡി കുഴിയിലേക്ക് തള്ളി. പെട്ടെന്ന് ഞാൻ വീണ്ടും പുറത്തേക്ക് ഓടി. റബ്ബർ ഷീറ്റ് അടിക്കാൻ അവിടെ കരുതിയിരുന്ന സൾഫ്യൂരിക് ആസിഡ് എടുത്ത് ബോഡിയിൽ കമിഴ്ത്തി. മൊബൈൽ ഫ്ലാഷിന്റെ അരണ്ട വെളിച്ചത്തിലും വർഷ വെന്തുരുക്കുന്ന ഞാൻ തിരിച്ചറിഞ്ഞു. മാംസം വെന്ത രൂക്ഷഗന്ധം എനിക്ക് ചുറ്റും വ്യാപിച്ചു. മൂക്ക് പൊത്തിക്കൊണ്ട് ഞാൻ കുഴി മണ്ണിട്ട് മൂടി. നീക്കി വെച്ചിരുന്ന അരച്ചീരകളുടെ കാഷ്ടം പഴയ പോലെ അവിടെ നിരത്തി. ഇപ്പൊ അവിടെ ഒരു കുഴിയെടുത്തു എന്ന് ആർക്കും മനസ്സിലാവില്ല. ഞാനൊരു നീണ്ട നിശ്വാസം പുറപ്പെടുവിച്ചു. വിറകുപുര ഭദ്രമായി പൂട്ടി ഞാൻ പുറത്തിറങ്ങി. കൈകളിൽ ആകെ ചോരയായിരുന്നു. പൈപ്പിന്റെ ചുവട്ടിൽ പോയി കൈ കഴുകി. ഷർട്ടിലും ചോരക്കറ. അത് ഊരി വെച്ചിട്ട് അകത്ത് അലമാരയിലുണ്ടായിരുന്ന അബിയുടെ ഡ്രസ്സ് എടുത്തിട്ടു. കാറ് നല്ലപോലെ തേച്ച് കഴുകി. കാറിന്റെ ഡിക്കി വൃത്തിയാക്കി. ഇനി എങ്ങും രക്തക്കറയില്ലെന്ന് ഉറപ്പുവരുത്തി. എന്നാൽ ശാസ്ത്രീയമായ പരിശോധനയിൽ രക്തക്കറ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു.
എൻ്റെ പേരുള്ള വണ്ടിയാണ്. ഞാൻ പിടിക്കപ്പെടുമെന്ന ഭയം എൻ്റെ ശരീരത്തിൽ അടിമുടി വ്യാപിച്ചു. അപ്പോഴാണ് ഷെഡിൽ കിടക്കുന്ന അബിയുടെ കാറിൻ്റെ കണ്ണിൽപ്പെട്ടത്. രണ്ടുപേരുടെയും ഒരേ വണ്ടി തന്നെയാണ്, അതും ഒരേ കളറ് തന്നെ. ഒരുമിച്ചൊരു ഷോറൂമിൽ നിന്ന് വണ്ടി മേടിക്കണമെന്ന് അവൻ്റെ വാശിയായിരുന്നു. അന്ന് കുറെ എതിർത്തുവെങ്കിലും അവനോടുള്ള സ്നേഹത്തിന് സമ്മതിക്കുകയായിരുന്നു. കാറിൻ്റെ കീ വീടിനുള്ളിലെ ലോക്കറിലുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ലോക്കറിൻ്റെ പാസ്വേഡ് അടിച്ച് അത് തുറന്നു. ഞാൻ ആദ്യം നമ്പർ പ്ലേറ്റ് പരസ്പരം മാറ്റി. എൻ്റെ കാറിൽ കിടന്നിരുന്ന കൊന്തയും ബാക്കി സാധനവും കിടന്നിരുന്ന പോലെ അബിയുടെ കാറിലിട്ടു. ഇപ്പോൾ ആര് നോക്കിയാലും ഇതെൻ്റെ വണ്ടിയല്ലെന്ന് പറയില്ല. എൻ്റെ വണ്ടി അവൻ്റെ ഷെഡിൽ കയറ്റിയിട്ടു. കീ എന്നിട്ട് ലോക്കറിൽ വെച്ചു. അവൻ്റെ മുന്നിൽ സൂക്ഷിച്ചിരുന്ന മദ്യക്കുപ്പിയെടുത്ത് പുറത്തിട്ടിരുന്ന എൻ്റെ ഷർട്ടിലൊഴിച്ച് തീ കൊളുത്തി. ബാക്കിയുണ്ടായിരുന്ന് ഞാൻ എൻ്റെ അണ്ണാക്കിലേക്ക് കമിഴ്ത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദാമുച്ചേട്ടൻ കുപ്പിയുമായി എത്തി. അബിയുടെ ഷർട്ട് കണ്ടപ്പോൾ എടുത്തിട്ടു എന്ന് പറഞ്ഞ് അയാളുടെ ഉള്ളിലെ സംശയം ഞാൻ ദൂരീകരിച്ചു. ഞങ്ങളുടെ സൗഹൃദം നന്നായിട്ട് അറിയുന്ന അയാൾ കൂടുതലൊന്നും ചോദിച്ചില്ല. പോവാൻ നേരം 2000-ന്റെ നോട്ട് കൊടുത്ത് ഞാൻ അയാളെ വരുതിയിലാക്കി. എൻ്റെ കാറ് മണ്ണിട്ട റോഡിലൂടെ പൊടി വരത്തി അതിവേഗം നീങ്ങിക്കൊണ്ടിരുന്നു. മെയിൻ റോഡിലേക്ക് പ്രവേശിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി സ്റ്റെയറിങ്ങിൽ തലവെച്ച് കിടന്നു. എത്ര നേരം അങ്ങനെ കിടന്നു എന്ന് എനിക്കറിയില്ല. കുറച്ച് വാറ്റെടുത്ത് കുടിച്ചു. ഇപ്പം നല്ല ധൈര്യം തോന്നുന്നുണ്ട്. വീട്ടിലെത്തി നന്നായി കുളിച്ചു. എന്നിട്ടും ചോര മണക്കുന്ന പോലെ ഞാൻ സെറ്റിൽ നീണ്ടു നിവർന്ന് കിടന്നു. ഉറക്കം കണ്ണുകളെ തഴുകി. കഥയിൽ ആരോ നിർത്താ കൊട്ടുന്ന കേട്ടാണ് കണ്ണു തുറക്കുന്നത്. ഡോർ തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ പോലീസുകാർ. SI മുന്നിൽ തന്നെയുണ്ട്. ഒരു പെണ്ണിനെ കൊന്നിട്ട് നീ എന്താടാ ഒളിച്ചിരിക്കുവാണോ? SIയുടെ പരിക്കൻ ചോദ്യം എന്റെ നെഞ്ചിരിപ്പ് വർദ്ധിപ്പിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.